വായനയുടെ വാൽമീകി എന്നറിയപ്പെടുന്ന മഹാപുരുഷനാണ് പി എൻ പണിക്കർ. ഞാൻ വായിച്ച് വളരും, ചിന്തിച്ച് വിവേകം നേടും, സത്യം സത്യം സത്യം. എത്രയോ ലക്ഷം ആളുകളെ കൊണ്ടാണ് ഈ പ്രതിജ്ഞ അദ്ദേഹം കേരളത്തിലുടനീളം ചൊല്ലിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ചരമദിനം കേരള സംസ്ഥാനത്ത് വായനാ ദിനമായി ആചരിക്കുവാൻ ആരംഭിച്ചു. ഇന്ന് 30 സംവത്സരം കഴിഞ്ഞ് 30ാമത് വായനാ ദിനം ആചരിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്തുടനീളം മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇന്ന് വായനാ ദിനം ആചരിക്കുകയാണ്. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്ന ഒരു വ്യക്തി സ്വന്തം കർമ്മപഥത്തിലെ തീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ കൊണ്ട് എത്രമാത്രം ഉയരാമെന്ന് തെളിയിച്ച മഹാത്മാവാണ് പി എൻ പണിക്കർ. അക്ഷരങ്ങളെ അഗ്നിയായി കണക്കാക്കി വാക്കുകളെ തോക്കാക്കി മാറ്റി അതിശക്തമായി പ്രവർത്തിച്ച ആ മഹാത്മാവിൻ്റെ വാക്കുകൾ ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ന് മുഴങ്ങിക്കേൾക്കുകയാണ്. എന്നെ ഏറ്റവും അധികം വായനയിലേക്ക് ആകർഷിക്കുകയും ഏറ്റവും കൂടുതൽ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്ത് പണിക്കർ സാറുമായിട്ടുള്ള ഒരു സംസർഗത്തിന് ശേഷമാണ്. അദ്ദേഹവുമായി എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കൂടുതൽ അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ സ്വന്തം ഗ്രാമമായിട്ടുള്ള കാരിക്കോട് ആനക്കുഴി നിരപ്പിൽ ആദ്യത്തെ ഒരു അനൗപചാരിക വിദ്യാഭ്യാസ കേന്ദ്രം ആരംഭിക്കുമ്പോൾ അതിലെ ഒരു അധ്യാപകനായി പ്രവർത്തിക്കാൻ എനിക്കന്ന് കഴിഞ്ഞു. അന്ന് എൻ്റെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ പ്രായമുള്ള ആളുകളെ പഠിതാക്കളായി എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അവരെ അക്ഷരം പഠിപ്പിക്കുമ്പോഴുണ്ടായ അനുഭവങ്ങൾ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. സ്മൃതിപഥങ്ങളിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ആ ഓർമ്മകൾ എപ്പോഴും നമുക്ക് ആവേശം നൽകുന്ന ഒന്നാണ്. അക്ഷരങ്ങളെ പ്രണയിക്കുവാനും പുസ്തകങ്ങളെ സ്നേഹിക്കുവാനും ഏതും വായിക്കണമെന്നുള്ള താല്പര്യമുണ്ടാകുകയും കൂടുതൽ അറിയണം, പഠിക്കണമെന്നുള്ള താല്പര്യമുണ്ടാകുകയൊക്കെ ചെയ്ത് ഏറ്റവും കൂടുതൽ പ്രേരണയായി മാറിയിട്ടുള്ളത് പി എൻ പണിക്കർ അവറുകളാണ്. അദ്ദേഹം എനിക്ക് മാത്രമല്ല അനേക ലക്ഷം ആളുകൾക്ക് അക്ഷരത്തിൻ്റെ ആ ജ്ഞാനം പകർന്നു നൽകിയ മഹാമാനുഷിയാണ്. അദ്ദേഹത്തെ പോലുള്ള മഹാത്മാക്കളാണ് കേരളീയ നവോത്ഥാന രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള എം പി മന്മഥൻ സാറ്. നമുക്കറിയാം, അദ്ദേഹം മദ്യനിരോധന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും വലിയ ചലനം സിദ്ധിച്ച ഒരു മഹാത്മാവാണ് മന്നത്ത് പത്മനാഭൻ. അങ്ങനെ എത്രയെത്ര മഹാത്മാക്കളുടെ അക്ഷീണമായ യത്നമാണ് കേരളീയ നവോത്ഥാന രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അക്ഷരങ്ങളും അറിവുമാണ് മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കി മാറ്റുന്നത് എന്ന ആ തിരിച്ചറിവ് ഉണ്ടാക്കി തരുവാനുമൊക്കെ പി എൻ പണിക്കരുടെ പ്രവർത്തനം ഉപകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻ്റെ സജീവ പ്രവർത്തകനായി പ്രവർത്തിക്കുവാനും അക്ഷരനഗരിയായ കോട്ടയത്ത് ആ കോട്ടയം ജില്ലയുടെ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ 3 പതിറ്റാണ്ടോളമായി വായനാദിന ക്വിസ് മത്സരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഒക്കെ കഴിയുന്നു എന്നത് ജീവിതത്തിലെ വലിയ സന്തോഷകരമായ അനുഭവങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്.